ഓ ഹലോ ഗൈസ്, നിങ്ങൾ വീണ്ടും വന്നല്ലേ. ലെറ്റ്സ് വെൽക്കം ടു മൈ ചാനൽ റെഡി ഗെയിമിംഗ്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൊത്തം അയൺ ആർമർ ആയിട്ടുണ്ടായിരുന്നു സെറ്റിൽ. ഇപ്പനെ കാണാൻ എന്ത് സുഖമാണ് ഇങ്ങനെ ഇരിക്കാൻ. അവിടെ കുറച്ച് വേറെയും കേവ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ചെറിയ കേവിൽ കയറിപ്പോയി. പിന്നെ ആക്ഷൻ സ്റ്റഫിൽ ഞാൻ കുറേ ഇത് റിസർച്ച് ചെയ്തതായത് ഈ മോഡിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ഇതിൽ നമുക്ക് മെയിൻ നല്ല യൂസേജ് ഉള്ളത് ആർമർ സ്റ്റാൻഡാണ്. എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാം അതിനോട്. അതൊരു വെറൈറ്റി സാധനമാണ് ആർമർ സ്റ്റാൻഡ്. നോക്കുകയാണെങ്കിൽ ആർമർ സ്റ്റാൻഡിൻ്റെ ടാർഗറ്റ് ബ്ലോക്ക് കൊടുത്തെങ്കിൽ പെട്ടെന്ന് അത് മറ്റേ അമ്പ് ഇടുന്ന മറ്റേ സാധനം എന്ത് ടാർഗറ്റ് ബ്ലോക്ക് അവിടെ വെച്ചിട്ട് ഒന്ന് നിൽക്കിയാൽ മതി അതിലേക്ക്. അപ്പോൾ തന്നെ അത് ആർമർ സ്റ്റാൻഡ് ഉണ്ടായില്ലേ, പകരം ഒരു ടാർഗറ്റ് ബ്ലോക്ക് തന്നെ മാറും. മറ്റേ ക്യാൻവാസെല്ലാം വെക്കുന്ന അങ്ങനത്തെ ഉണ്ടാകുന്നില്ലേ, അതുപോലെയാവും. പിന്നെ ഞാൻ ഇവിടെ ഒരു കേവ് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എവിടെ അത്? ഇല്ല, ഇവിടെ ഒരു കേവ് ഉണ്ടായിരുന്നല്ലോ. ഈ ചുണ്ണാപ്പി കേവല്ല. എവിടെയായിരുന്നു ഞാൻ കണ്ടുവച്ചേ? ഈ ചുണ്ണാപ്പി സാധനമല്ലേ ഇത്? ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നെതറിൽ പോകണം, അത് വേറെ കാര്യം. അതാ ഇവിടെയായിരുന്നു ഞാൻ കണ്ടുവച്ച. ഇതിൻ്റെ അകത്ത് നമുക്ക് നാളെ ഇറങ്ങാം. കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് കയറി നല്ല 8ൻ്റെ അല്ല 18ൻ്റെ പണി കിട്ടും. സൂക്ഷിക്കണം. അവിടെ എന്താണ് ഞാൻ കാണുന്നേ? കാണുന്നില്ലല്ലോ. എന്താണോ അയാണാണോ അത്? എന്തായാലും നിങ്ങൾക്ക് അത് കണ്ടിട്ടുണ്ടോ? എനിക്ക് കാണത്തില്ല. ഞാൻ സൂമാക്കി നിങ്ങൾക്ക് കാണിച്ചെന്ന്. അയ്യോ, ഇന്നത്തെ പണിയെന്ന് പറഞ്ഞാൽ അത്ര വലിയ പണിയൊന്നുമില്ല. നമുക്കിവിടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ ബ്രെഡും പിന്നെ ഞാനവിടെ പെരയിലുണ്ടാക്കി വെച്ച ആ ഫാമിൽ നിന്ന് ഇടുന്ന എന്തെങ്കിലും വന്ന്. സോ നമുക്കിന്നൊരു പറഞ്ഞ് തീരുമ്പോഴത്തേക്ക് ഇവിടെ നിലത്ത് നിന്നല്ലോ. നമുക്കിന്നൊരു കൗ ഫാമും ഒരു ഷീപ്പ് ഫാമും ഉണ്ടാക്കണം. അതിനു വേണ്ടി നമുക്ക് ഒരു വീറ്റ് വേണം. ഇവിടെ ഏതെങ്കിലും ഒന്ന് കിളിച്ചിട്ടുണ്ടോ? ഇല്ല. എൻ്റെ ഏതെങ്കിലും വീറ്റ് ബാക്കിയുണ്ടോ? എല്ലാം ക്രാഫ്റ്റ് ചെയ്ത്. ഇല്ല, എൻ്റെ ഒരു ചെസ്റ്റിലുണ്ടാവണം തോന്നുന്നു. ഒന്നെങ്കിലും ഉണ്ടായാൽ മതി. കോപ്പർ ആർമറിൽ അടങ്ങിയിരിക്കട്ടെ. താഴത്തെ ചെസ്റ്റ് ഇല്ലൊക്കെ ഇട്ടിട്ട ഒന്നെങ്കിലോട്ട് നമുക്ക് വില്ലേജേഴ്സിൻ്റെ അടുത്തുനിന്ന് കിട്ടും. വില്ലേജേഴ്സ് അവിടെ ഫാർം ചെയ്തിട്ടുണ്ടാവും. അത് വെച്ച് നമുക്ക് 2 ആട്ടിൻകുട്ടീനെ ബ്രീഡ് ചെയ്ത് കുറേ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ തച്ച് കൊല്ലാം. അത് ഇവിടെ ഹേബയിലുണ്ടായിരുന്നല്ലേ, ഇത് പൊട്ടിക്കാൻ ഞാൻ മറന്നുപോയി. ഇതിൽ നമുക്ക് ഇട്ടായിരിക്കും. നമുക്കൊരു 3 വേണം. ഇത് ഞാൻ ബ്രെഡ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നില്ല. ഈ കിട്ടിയ കുറച്ചെണ്ണം കൂടി ഞാൻ എൻ്റെ ഫാമിനും വേണ്ടി ഞാൻ വെക്കാം. പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ട്? ഓപ്പൺ ദ ചെസ്റ്റ്. ഇതൊന്നും ഞാൻ തുറന്നു നോക്കില്ലടാ. 2 എമറാൾഡ്, കുറേ ആപ്പിൾ, പിന്നെ കുറച്ച് പൊട്ടാറ്റോ അല്ലേ ഇത്? ബുക്ക് ആശം വരും, അതിരിക്കട്ടെ. അതവിടെ ഇരിക്കട്ടെ. ഡയറേറ്റ് അവിടെ ഇരിക്കട്ടെ. പൊട്ടാറ്റോ ആണോ നട്ട് വെച്ചേക്കുന്നവൻ? വളർന്ന് ഫുള്ളി കിളിച്ചു വന്നൊരു ഇത് ഫുള്ളി കിളിച്ചു വന്നെയാണ് സാധനം. ഫുള്ളി കളിച്ചിട്ടില്ലായിരുന്നു അത്. എന്തുവാടെ
നമുക്കൊരു 45 ഉണ്ടാക്കാം, അത് മതിയോ? എന്നിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് വുഡാണ്. എൻ്റെ ചെസ്റ്റിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നു. വുഡ് വെച്ച് നമുക്ക് ഫെൻസ് ഉണ്ടാക്കാം. എന്താ നമ്മൾ ഇവിടെയാണ് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അവിടെ 2 ഷീപ്പ് ഇവിടെ തന്നെ ഉണ്ട്. സമാധാനം. ഷീൽഡ് എല്ലാം ഉണ്ട്. എന്ത് തന്നെയാണ് ഉണ്ടാക്കാൻ ആ ഫെൻസ്, കുറച്ച് ഫെൻസ് ആവശ്യമുണ്ട്. സ്റ്റിക്ക് ആവശ്യമല്ലേ? എൻ്റെ ഒരു വുഡുണ്ട്, സ്റ്റിക്കാണ് വേണ്ട. ഒരു 24 ഇരിക്കട്ടെ. ഒരു 2 ഗേറ്റ് ഇരിക്കട്ടെ. ഓക്കെ, 18 ഇട്ടിട്ട് 24 ഉണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ. അത് മതിയോ? എന്നമ്മ ഇവിടെ ഫാം ചെയ്യാൻ കുറച്ച് വലുതല്ല, എന്നാലും അത്ര ചെറുതും ഇല്ലാത്ത രീതിയിൽ ഇത് നമ്മൾ കവർ ചെയ്യുക. ഫ്ലവർ ഒട്ടിക്കേണ്ടി വന്നാലെന്താ? ഇവിടെ ഇടയിൽ പൊട്ടിച്ച്. ഇവിടെ അടിയിൽ ലാവയുണ്ടോ? അപ്പൊ ഒരു ഡയമണ്ട് പിക്ക് കിട്ടിയാൽ മതി ഇനി. ഞാൻ ഇനി ലാവയിലേക്ക് കേട്ടത്, അതുകൊണ്ട് തന്നെ ഡോർട്ട് എടുത്തിട്ട് ഞാൻ ഇവിടെ നോക്കുമ്പോൾ സൈഡിൽ കുറച്ച് സ്റ്റോൺ മുകളിലുണ്ട്. സ്റ്റോൺ മുകളിൽ ഒന്നെങ്കിൽ ഗ്ലിച്ച് ചെയ്യില്ല. ഇത് ഞാനത് കണ്ടിട്ടുള്ളത് ലാവയുടെ അടിയിലാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തുറന്നു നോക്കിയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് നാളെ നെതറിലേക്ക് വരേണ്ടതായി. പക്ഷെ ഫോർട്രസ് കണ്ടുപിടിക്കണം, അതാണ് പണി. ഫോർട്രസ് കണ്ടുപിടിച്ചാൽ പിന്നെ ബാക്കി സ്മൂത്തായിട്ട് നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് ബ്ലേസും ഒന്നിനുണ്ടാക്കാനാണ് വേണ്ടിയിട്ടത്. ബ്ലേസിനെ കൊല്ലലും അത്ര പണിയുണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് ആക്ഷൻ സ്റ്റഫിൽ ലാഗ് അടിക്കുമ്പോൾ പ്രാന്ത് പിടിക്കും. ഒരു ഇന്ത്യൻ അറിയാണ്ട് വീട്ടിൽ അവൻ്റെ വെച്ചു എന്നാ തോന്നി. ഇല്ല ആക്ഷൻ സ്റ്റഫിൽ ഇതുണ്ടാക്കിയിട്ട് ഞാനിപ്പോൾ അത് നോർമൽ വേൾഡ് കളിക്കേണ്ടി വരും. ഇങ്ങനെ അവിടെ അതിൻ്റെ അകത്ത് നിന്നൊക്കെ പിടിച്ചിടാനുണ്ടാണ്. അതിന് മുമ്പേ എനിക്ക് കയറാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കയറ്റാം. ഉറങ്ങിയിട്ട് വരാം. ഉറങ്ങടാ. ഓക്കെ, ഓക്കെ. ഇതൊന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട്
ആദ്യം കവിനിടണ ഷേപ്പിനിടണ. ഇവിടെ അടുത്ത് 2 കവിനൊന്നും കാണുന്നുമില്ല, 2 ഷേപ്പിനെയും കാണുന്നില്ല. അപ്പൊ നമുക്ക് മോനെ വേണോ മോനെ കയറ്. ഹൃദയം പൊട്ടില്ല, നിക്കുള്ളത് പയ്യ നിക്കുള്ളത് പയ്യ. ഓക്കെ, ആദ്യം ഇരിക്കുന്നൊരു ഞാൻ ഇപ്പം ഇൻവെന്ററി കയറ്റി വെച്ച സാധനം. ഷേപ്പറുണ്ട് കൗമതി ഷേപ്പ് അതിൻ്റെ എത്തിയ ഞാൻ അതിനെ പൊട്ടിക്കൊന്നോളാം. ഇപ്പം എല്ലാം കൂടി പുറത്തിറങ്ങും, ഞാൻ എല്ലാത്തിനും കൂടി അകത്തേറ്റ. ഇപ്പൊ രണ്ടും ബ്രീഡാവും. അതിൻ്റെ ഇടയിൽ നീ എന്ത് ചത്തതാരാ? ഈ പണ്ടാരക്കല്ലിനെ ഇത് റീപോപ്പുലേഷൻ. ഓക്കെ, വീടാവൂലേ? ഇല്ല, നിങ്ങളുടെ ഇത് ഫുള്ളാണ്. തീറ്റിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ തീറ്റിച്ചേനെ, പക്ഷെ ഇപ്പോഴത്തേക്കും പറ്റൂല മോനെ. ഇനി ഞങ്ങൾക്ക് കുറച്ച് ഇത് വേണം, ഫുഡ് വേണം. എൻ്റെ കയ്യിലുണ്ട് ഫുഡില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ മുറിച്ചെടുക്കാം. വേമ്പുട്ട് കിട്ടി. വീഡിയോ വരുമ്പോൾ കണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എന്നാൽ ഞാനിടുന്ന ഈ വീഡിയോ ഞാൻ ഇതുപോലെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അത് ഞാൻ എൻ്റെ മുകളിൽ വരട്ട് പ്രാന്ത് പിടിക്കുന്നത് ശവല് വരട്ടെ, മണ്ണ് പോരേ, എന്നിട്ട് അതേ മണ്ണ് അവിടെ വെക്കണേ. അത് പ്രാന്ത് പിടിക്കുന്നു. ഇവിടെ നോക്കാം, സ്റ്റെപ്പ് തന്നെ ഉണ്ടാക്കാം. ഇത്രയും ഫുഡൊന്നും പോരാ, എന്നാലും നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് തോന്നി, ഞാൻ എവിടെയോ മിസ്ക്ലിക്ക് ചെയ്ത് എനിക്ക് തോന്നിയായിരുന്നു. കുറച്ച് സ്റ്റിക്കർ ഉണ്ടാക്കണം. സ്റ്റിക്ക് 22 അതുകൊണ്ട് ഒന്നും വേണോ? നമുക്ക് ഇവിടെ ഒന്ന് ഉണ്ടാക്കിയേക്കാം ഷീപ്പിന്റെ. ഇവിടെ കേട്ടാ ഇവിടെയും കൂടി ഇവിടെയും ഇങ്ങനെ അവിടെയൊക്കെ അനങ്ങും വെക്കാൻ പറഞ്ഞ
എന്നിട്ട് ഏത് ഡയറക്ഷനിൽ ഉണ്ടാക്കും. റേക്സ് വെച്ച് പൊട്ടിക്കുക. ഡോറിൻ്റെ ആവശ്യമുണ്ട്. എന്നാലും വെക്കുക. നമുക്ക് എന്തെങ്കിലും ആവശ്യം കയറി നമുക്ക് കയറാൻ വേറെ വഴി ഉണ്ടാക്കും. അതായത് അത് നമുക്ക് ആ ഷീപ്പ് കുട്ടനെ വിളിച്ചോണ്ടുവരാം. ഷീപ്പ് കുട്ട വാ കുട്ട, നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുണ്ട്. എന്റെ പിന്നാലെ വന്നാ തരൂല. അവിടെ ഷിപ്പ് കുട്ട, നിനക്ക് വേണോ? തീറ്റിക്കട നിന്നെ പുറത്തിറങ്ങിയാ നിനക്കിട്ട് തരുന്നേ. അവിടെ ഇരുട്ടാ. ഷീപ്പ് 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 ഒരാട് പോലും ഇല്ലടെ ഇവിടെ. ഞാൻ നേരത്തെ കൊന്നതിനെ കൊല്ലുണ്ടായിന്, അപ്പുറത്തേക്ക് വിളിച്ചോണ്ടായ മതി. വെയിറ്റ് എ സെക്, ഈസ് ദാറ്റ് എ റൂയിൻഡ് പോർട്ടൽ? അടിച്ചു തന്നിരിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ഒരാടിനെ കൂടിയിട്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഒരു റൂയിൻഡ് പോർട്ടലാണത്. ഇതിൻ്റെ അത് ലാഭല്ലേ? ഇതിവിടെ മൊത്തം ലാഭയിലൂടെ ഇതിൻ്റെ അടിയിൽ. ആട് എന്ന് പറഞ്ഞ സാധനം ഗെയിമിൽ ഇല്ലടാ ഇപ്പോ. ഹേവരാണത്? അല്ലല്ല, ഫാമാണത്. എവിടാ ഒരു ചെമ്പിരിയുടെ എവിടാ? നടക്കുന്നു. അതവിടെ എവിടെയാണ് അറിയത്? എനിക്ക് ഹങ്കറില്ലല്ലേ, വെറുതെ ഞാൻ ഹങ്കർ കിടന്ന് നടക്കുന്നു. എന്ത് ഒരാടിനെ പഞ്ചായത്തിൽ കാണുന്നില്ല. പശു ഇത് കണ്ടി വരണ്ട. അല്ല വരുന്നില്ല. അത് ഈ വില്ലേജിലേക്ക് തന്നെ ഉണ്ട്. പംകിൻസ് കാണിക്കുന്നതിന് നമുക്ക് വേണ്ടു. ഇരിക്കുന്നിടത്ത് വാ. ആ പശു കണ്ട, അതും ബാക്കിൽ വരും. ബാക്കിൽ പോ, നീയും ബാക്കിലോ. അതിനെ തട്ടുന്നെടുത്ത തോലെ. രണ്ടും വാ, കോയിലേക്കൊന്നും വീഴരുത്. രണ്ടും വാ. മറ്റേ യോൻ വരണമെന്നില്ല, പശു വരണമെന്നില്ല. ഞാൻ ചാടി ഇടുന്ന ഉമ്മാര് നോക്കാണ്ട്. വാടാ പോക്കറ്റ് ചേമ്മ. രണ്ടെണ്ണം ബ്രീഡാവും.
രണ്ടെണ്ണം കൂടി ഉണ്ടാക്കുന്നുണ്ട്. കടന്നുറങ്ങട്ടെ. ഓക്കെ, ഞാൻ എന്തോ കണ്ടായിരുന്നല്ലോ ഇപ്പൊ ഇവിടെ. സ്പൈഡർ, രാവിലെ സ്പൈഡർ ഒന്നും കേട്ടില്ല. വില്ലേജർ പേടിപ്പിക്കാനായിട്ട് മനുഷ്യനെ കത്തുന്നുണ്ടെങ്കിൽ കത്തിച്ചാവണം സ്വന്തമായിട്ട്, അല്ലാണ്ട് വേറെ ആളെ കത്തിക്കൊല്ലരുത്. പക്ഷെ അങ്ങനെ കൊല്ലാൻ വന്നാൽ നിനക്കിട്ട് പണ്ണും. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നെതറിൽ പോകാൻ മാക്സിമം ശ്രമിക്കണം. പക്ഷെ ഞാൻ ആക്ഷൻ ആൻഡ് സ്റ്റഫ് മോഡ് ഇട്ടിട്ടായിരിക്കത്തില്ല നെതറിൽ പോകുന്നത്. ഇനി അടുത്ത എപ്പിസോഡ് മുതൽ ഇത് ഒരു 2 ഒബ്സിഡിയൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കത്തിക്കരുത്. ഒരു ഒബ്സിഡിയൻ, ഒരേ ഒരു ഒബ്സിഡിയൻ കിട്ടിയാൽ മതി. ഇത് ഞാനിപ്പൊ കത്തിക്കും. ഒരേ ഒരു ഒബ്സിഡിയൻ കിട്ടിയ, ഇല്ലെങ്കിൽ ഒരു ഡയമണ്ട് പിക്ക് കിട്ടിയാൽ മതി. വലിയ കേവ് ഇതാക്കണം. ഞാൻ ഓഫ് ക്യാമറയിൽ അത് പോയിക്കോളാം, ഡയമണ്ടൊക്കെ കണ്ടെടുത്തോളാം. അത് ഐ ഹാവ് നോ പ്രോബ്ലം ഫോർ ദാറ്റ്. ആ റെക്കോർഡിങ്ങിൽ കാണിച്ചിട്ട് നിങ്ങൾ ലാഗ് അടുപ്പിക്കണ്ട. നമുക്ക് ഞാനിതൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ. സ്റ്റഫില് മൂന്ന് കാർപ്പറ്റൊന്നും വേണ്ട എനിക്ക്. ബ്രീഡാവ് രണ്ടോളും എനിക്കൊന്നാണല്ലേ ബ്രീഡായിക്കോ. ബ്രീഡാവ് എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് നെതർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഞാൻ ഡയമണ്ട് എടുക്കാൻ എന്തായാലും നോക്കും. ഒരു ഡയമണ്ട് പിക്കെങ്കിലും ഉണ്ടാക്കിയാൽ മതി. എന്തായാലും നമ്മൾ ഇന്നത്തെ ശാന്തസുന്ദരമായ ആക്ഷൻ ആൻഡ് സ്റ്റഫിൻ്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.